ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടോ അറിയാമോ? ഇന്നാണ് ഇൻ്റർനാഷണൽ ഡേ ഫോർ ഫെയിലിയർ. അതായത് തോൽവി ദിനമാണ്, പരാജയപ്പെടാനുള്ള ദിനം, പരാജയപ്പെട്ടവരുടെ ദിനമൊക്കെ. അന്താരാഷ്ട്ര പരാജയ ദിനം എന്നാണ് ഈ ദിനത്തെ കണക്കാക്കുന്നത്. അങ്ങനെയാണ് ലോകം ആചരിക്കുന്നത്. പരാജയങ്ങളെ ആഘോഷിക്കാനും അവയിൽ നിന്ന് പഠിക്കാനുമുള്ള അവസരമായാണ് ഈ ദിവസം കണക്കാക്കുന്നത്. നമ്മളൊക്കെ പറയുന്നത് തന്നെ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഈ ദിവസം എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ്. 2010 ഫിൻലൻഡിലെ ആൾട്ടോ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് അന്താരാഷ്ട്ര പരാജയ ദിനം എന്ന ഈ ഒരു ചിന്തയുടെ പിന്നിൽ. പരാജയഭീതിയാൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിൽ നിന്ന് പലരെയും പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു ദിവസം മുന്നോട്ട് വെച്ചത്. 2012 ആയപ്പോഴേക്ക് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഈ ദിനം. ഒന്ന് നോക്കിയാൽ ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ വരിച്ചവരെല്ലാവരും പരാജയങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയവർ തന്നെയല്ലേ? പലരും അങ്ങനെയാണ്. എബ്രഹാം ലിങ്കനെ മഹത്വത്തിലേക്ക് നയിച്ചത് പരാജയങ്ങളാണ്. വൈദ്യുതി ബൾബ് കണ്ടുപിടിക്കാൻ പരാജയപ്പെട്ട 1000-ലേറെ അവസരങ്ങളും പരീക്ഷണങ്ങളുമാണ് തോമസ് ആൽവ എഡിസൺ നടത്തിയത്. തൻ്റെ സമര ജീവിതത്തിൽ അനേകം പരീക്ഷണങ്ങളും പരാജയങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ബുദ്ധിശൂന്യനെന്നും അന്തർമുഖനെന്നും വിശേഷിപ്പിക്കപ്പെട്ട ഐൻസ്റ്റീനാണ് ഭൗതിക ശാസ്ത്രത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത്. അപ്പോൾ പരാജയങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്നതാണ് നമ്മുടെ ചോയ്സ്. ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ട കാര്യത്തിൽ കൂടുതൽ പഠിക്കാനുണ്ടെന്നും അതിനുവേണ്ടി പ്രയത്നിക്കാനുണ്ടെന്നുമാണ് ഓർക്കേണ്ടത്. ഈ ജീവിതം സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ജയവും പരാജയവും സന്തോഷവും സന്താപവും ഒക്കെ നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയാൽ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ പരാജയങ്ങളും നമുക്ക് ആഘോഷിക്കാം. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ വേണമെങ്കിൽ ഈ സമയത്ത് ഓർത്തെടുക്കാവുന്നതാണ്. പിന്നിലാവുന്നതല്ല പരാജയം, മറിച്ച് മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പലരുടെയും പരാജയം എന്ന്. പക്ഷേ ഈ ദിവസം മുതൽ നമുക്ക് പരാജയങ്ങളൊക്കെ മറന്ന് അടുത്ത വിജയത്തിനായി പരിശ്രമിച്ചു തുടങ്ങാം. ഇങ്ങനെ രാവിലെ ഞാൻ നിന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. മലയാളിയുടെ പൊതു സ്വഭാവം പരാജയത്തിൽ കീഴടങ്ങാത്തതാണ്, പരാജയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്നതുമാണ്.